Good morning dear students. എല്ലാവർക്കും Savinus Maths Plus-ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ HSA Mathematics-ന്റെ മൊഡ്യൂൾ 3-ൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ പോർഷനിൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ലിമിറ്റ്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us try to understand what is meant by limit of a function at a point. ഒരു ഫംഗ്ഷനിൽ ഒരു പോയിന്റിലുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നോക്കാം. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണെന്ന് അറിയാലോ. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പോൾ നമുക്ക് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, when x is equal to 1, what is f of 1? f of 1 is equal to 1 square, that is 1. When x is equal to 2, what is f of 2? f of 2 is equal to 2 square, that is 4. When x is equal to 3, what is f of 3? f of 3 is equal to 3 square, 3 square, that is 9. So f of 3 is equal to 9. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? എക്സിൻ്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വില എന്തിലേക്ക് അടുക്കുന്നു എന്ന് പറയാം? 9ലേക്ക് അടുക്കുന്നു എന്ന് പറയാം. That is, when x approaches the value 3, the function f of x approaches the value 9. When x approaches the value 3, or when x tends to the value 3, the function f of x tends to the value 9. അപ്പോൾ നമുക്ക് എന്താ പറയാം? When f of x when x tends to the value 3, the function f of x tends to the value 9. So what is meant by x tends to the value 3? X tends to the value 3 means x becomes very close to 3 but not exactly 3. See, when x is very close to 3, f of x is very close to 9. So we will express it as limit x tends to 3, f of x is equal to 9. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എക്സിന്റെ വില 3 ആവുമ്പോൾ ഫംഗ്ഷന്റെ വില 9 ആവുന്നു എന്നല്ല പറഞ്ഞത്. എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് അടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ഫംഗ്ഷനിൽ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റ് ആണ് എന്ത്? 9. അത് നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? എക്സിന്റെ വില 3 ആവുമ്പോൾ ഫംഗ്ഷന്റെ വില 9 ആവുന്നു എന്നല്ല. എക്സിന്റെ വില 3 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 9 ആണ്. അത് നമ്മൾ എങ്ങനെ പറയാം? എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 9. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 3 ഈസ് 9. എക്സ് ഈക്വൽ ടു 3 ആവുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് 9. പക്ഷെ ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ ഐഡിയ വേറൊരു ഐഡിയ തന്നെയാണ്. അതായത് ഇവിടെ when x tends to the value 3, എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്ക് അടുക്കുന്നു എന്നാ പറയാ? 9ലേക്ക് അടുക്കുന്നു എന്നാ പറയാ. എക്സിന്റെ വില 3നോട് വളരെ അടുത്തായിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വില ഏതിനോട് അടുത്തായിരിക്കും? 9നോട് അടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ അത് മാത്തമാറ്റിക്സിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9. ദാറ്റ് മീൻസ് when x tends to the value 3, the function f of x tends to the value 9. Or when x becomes very close to 3, the function f of x becomes very close to 9. എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില 9ലേക്ക് അടുക്കുമെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സപ്പോസ് വി ആർ കൺസിഡറിംഗ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. See, let us consider the point x equal to a. See, when x tends to a, suppose the function f of x tends to L. When x tends to the value a, we are assuming that the function f of x tends to the value L. Then we will say that limit of the function f of x at x equal to a is L, and that is written as limit x tends to a f of x is equal to 9. So what is meant by limit x tends to a f of x is equal to 9? When x tends to the value a, that means when x approaches the value a, the function f of x approaches the value L. So we will say that limit x tends to a f of x is equal to L. See, suppose such a number L does not exist, then we will say that limit of the function f of x at this point does not exist. ചിലപ്പോൾ കേസിൽ L എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് പറയും? ആ ഫംഗ്ഷന് ആ പോയിന്റിൽ എന്തില്ല എന്ന് പറയും? ലിമിറ്റ് ഇല്ല എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x, റെസിപ്രോക്കൽ ഫംഗ്ഷൻ. ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്.
ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ കാൽക്കുലസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്, മൊഡ്യൂൾ 3 ആണ് കാൽക്കുലസ്, അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് HSAയുടെ സിലബസിൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. എടുക്കാം. when x approaches the value 0, x 0ലേക്ക് ആവുമ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്തിലേക്ക് ആവുക? എഫ് ഓഫ് എക്സ് ടെൻസ് ടു 1/0. x 0ലേക്ക് ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തിലേക്കാണ് വരിക? 1/0ലേക്കാണ് വരിക. എഫ് ഓഫ് 0 എന്നാണ് 1/0. 1/0 is not defined. 1/0 എന്തല്ല? ഡിഫൈൻഡ് അല്ല, because division by 0 is not defined. So f of 0, that is 1/0, is not defined. അപ്പോൾ ഇവിടെ x 0ലേക്ക് ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഏത് വാല്യൂയിലേക്ക് അടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 1/x എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഫംഗ്ഷന് x = 0യിൽ എന്തില്ല? ലിമിറ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9ലേക്ക് അടുക്കുന്നു. അപ്പോൾ എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില 9ലേക്ക് അടുക്കുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? ലിമിറ്റ് x → 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9ലേക്ക് അടുക്കുന്നു. നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ x = 3 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റ് ആണെന്ത്? 9. ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് x = 3 is 9. See, now let us try to understand it graphically. For that, let us draw the graph of f of x is equal to x², y is equal to x². You know that the graph of y is equal to x² is a parabola which is open upwards. y = x² ന്റെ ഗ്രാഫ് ഇതല്ലേ? നോക്ക്, f of x is equal to x², y = x². x ന്റെ വാല്യൂ 0 ആവുമ്പോൾ y = 0², that is 0. x ന്റെ വാല്യൂ 1 ആവുമ്പോൾ എന്താ വരിക? x ന്റെ വാല്യൂ 1 ആവുമ്പോൾ 1², that is 1. then x ന്റെ വാല്യൂ 2 ആവുമ്പോൾ എന്താണ്? 2² 4. x = 3 ആവുമ്പോൾ 3² 9. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ്? 1 1 2 4 3 9 ഒക്കെ മാർക്ക് ചെയ്യാം. 1 1 2 4 3 9. x -1 ആവുമ്പോൾ -1² which is +1. x -2 ആവുമ്പോൾ -2² which is +4. -3² is 9. So this is the parabola open upwards. So this is the graph of f of x is equal to x². Now we have seen that limit of this function at the point x = 3 is 9. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് x = 3 ൽ എന്താണ് നമ്മൾ പറഞ്ഞു? 9 ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9ലേക്ക് അടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് എക്സിന്റെ വില, ഇതാണ് x ആക്സിസ്. x = 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇതല്ലേ? സി, എക്സിന്റെ വില 3ലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് 2 പോസിബിലിറ്റീസ്? ഇത് x = 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. എക്സിന്റെ വില 3ലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 3ലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ അടുക്കാം അല്ലേ? അല്ലെങ്കിൽ എക്സിന്റെ വില എയോട് റൈറ്റ് സൈഡിലൂടെയും 3യുടെ റൈറ്റ് സൈഡിലേക്കും എടുക്കാം. സോ ദിസ് ഈസ് ദ പോയിന്റ് x = 3. x tends to 3 means x is approaching the value 3. So there are 2 cases. x can approach the value 3 either from the left or from the right. അപ്പോൾ x ഇത് 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ 3 എന്ന് പറഞ്ഞ പോയിന്റ് x 3യിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം x 3യിലേക്ക് 3യുടെ ലെഫ്റ്റ് സൈഡിലൂടെ അടുക്കാം, അല്ലെങ്കിൽ x 3യിലേക്ക് 3യുടെ റൈറ്റ് സൈഡിലൂടെയും എടുക്കാം. നോക്ക്, അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്കാണ് വരുന്നത്? നോക്ക് x 3യിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ x ടെൻസ് ടു 3 മൈനസ് എന്നാ പറയാ. x 3യുടെ റൈറ്റ് സൈഡിലൂടെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? x ടെൻസ് ടു 3 പ്ലസ് എന്നാ പറയാം. എന്തുകൊണ്ടാണ് 3 മൈനസ് 3 പ്ലസ് എന്നൊക്കെ പറയുന്നത്? നോക്ക്, എക്സിന്റെ വില 3ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ അടുക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? എക്സിന്റെ വില 3നോട് അടുത്തായിരിക്കും, പക്ഷേ 3നേക്കാൾ കുറച്ച് കുറവായിരിക്കും. കാരണം 3ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ഒക്കെ 3നേക്കാൾ കുറവല്ലേ? 3ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള റിയൽ നമ്പേഴ്സ് ഒക്കെ 3നേക്കാൾ കൂടുതലുമായിരിക്കും. So if x is approaching the value 3 through the left side of 3, we can say that x is very close to 3 but x is little bit less than 3. അപ്പോൾ എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കണമെങ്കിൽ എക്സിന്റെ വില 3നോട് അടുത്തായിരിക്കും, പക്ഷേ 3നേക്കാൾ കുറച്ച് കുറവായിരിക്കും. 3നേക്കാൾ കുറച്ച് കുറവ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ അതിനെന്താ പറയാ? 3 മൈനസ് എന്നാ പറയാ. ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താ പറയാ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. See, if x is approaching the value 3 through the right hand side of 3, we can say that x will be very close to 3 but x is little bit greater than 3.
എക്സിന്റെ വില 3നോട് റൈറ്റ് സൈഡിലൂടെ എടുക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി? എക്സിന്റെ വില 3നോട് റൈറ്റ് സൈഡിലൂടെ എടുക്കുകയാണെങ്കിൽ എക്സിന്റെ വില 3നോട് വളരെ അടുത്തായിരിക്കും, പക്ഷേ 3നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. കാരണം 3നെ റൈറ്റ് സൈഡിലൂടെ എടുത്തിട്ട് 3നോട് വളരെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3ന്റെ റൈറ്റ് സൈഡിലായിരിക്കും എക്സ്. 3ന്റെ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ഒക്കെ 3നേക്കാൾ കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ട് എക്സ് ടെൻസ് ടു 3+ എന്ന് പറയും. റൈറ്റ് സൈഡിലൂടെ എടുക്കുന്നതുകൊണ്ട് ഇതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും, ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. നോക്ക്, അപ്പൊ എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില 9ലേക്ക് അടുക്കുന്നു. നോക്ക്, എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ അടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ അപ്പോൾ ഫംഗ്ഷൻ ഇതിലൂടെ അല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 3ലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ പോയി ഏതിലേക്ക് അടുക്കുന്നു? ഈ ഒരു പോയിന്റിലേക്ക് അടുക്കുന്നത്. ഇതാണ് 3. ഈ പോയിന്റ് ഏതാണ്? 9ലേക്ക് അടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x is equal to 9. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x is equal to 9 എന്ന് പറയും. അപ്പോൾ എൻ്റെ മീനിങ് എന്താ? എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 9ലേക്ക് എടുക്കുന്നു. ഇതാണ് 3 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സിന്റെ വില 3ലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ വന്നിട്ട് ഏത് പോയിന്റിലേക്ക് എടുക്കുന്നു? 9 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x is equal to 9 എന്ന് പറയാം. അതേപോലെ റൈറ്റ് സൈഡിലൂടെയാണ് എടുക്കുന്നത് വിചാരിക്കുക. എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ അർത്ഥമുള്ളൂ? എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില 9ലേക്ക് അടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സിന്റെ വില 3നോട് അടുക്കുക എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കാം, അല്ലെങ്കിൽ എക്സിന്റെ വില 3നോട് റൈറ്റ് സൈഡിലൂടെ എടുക്കാം. അപ്പോൾ എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുകയാണെങ്കിൽ എക്സിന്റെ വില 3നോട് വളരെ അടുത്തായിരിക്കും, പക്ഷേ 3നേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3നേക്കാൾ കുറച്ച് കുറവായതുകൊണ്ട് 3- എന്നാണ് ഡിനോട്ട് ചെയ്യുക. മൈനസ് സൂചിപ്പിക്കുന്നത് കുറവിലല്ലേ. പക്ഷെ എക്സിന്റെ വില 3നോട് അടുക്കുന്നത് 3ന്റെ റൈറ്റ് സൈഡിലൂടെ ആണെങ്കിൽ എക്സിന്റെ വില 3നോട് വളരെ അടുത്തായിരിക്കും, പക്ഷെ 3നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3+ എന്നാ പറയാം. എക്സിന്റെ വില 3നോട് അടുക്കുന്ന മാത്രമേ ഉള്ളൂ, ഒരിക്കലും 3ന് തുല്യമാവുന്നില്ല. അതാണ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സിന്റെ വില 3നോട് തുല്യമാവുന്നില്ല. എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എക്സ് ബിക്കംസ് വെരി ക്ലോസ് ടു 3 ബട്ട് നോട്ട് എക്സാക്ട്ലി 3. എക്സിന്റെ വില 3നോട് വളരെ അടുത്താവുന്നു, പക്ഷെ ഒരിക്കലും 3 ആവുന്നില്ല എന്നർത്ഥം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ ഇങ്ങനെ വന്ന് 9ലേക്ക് അടുക്കുന്നത്. അപ്പോൾ എക്സിന്റെ വില റൈറ്റ് സൈഡിലൂടെ എടുക്കുന്നു വിചാരിക്കുക. റൈറ്റ് സൈഡിലൂടെ എടുക്കണമെങ്കിൽ 3+ എന്ന് പറയും, അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൂടെ 3ലേക്ക് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ വന്ന് ഏത് പോയിന്റിലേക്ക് അടുക്കുന്നത്? ഈ ഒരു പോയിന്റിലേക്ക് തന്നെ അടുക്കുന്നത്. ഈ പോയിന്റ് ഏതാ? ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ y ആക്സിസ് നില എടുക്കുക. ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 9ലേക്ക് അടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3+ f of x 9 ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x 9 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3+ f of x 9 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 f of x is and that is equal to 9. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 f of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, അത് 9 ആണെന്ന് പറയാം. ഇത് രണ്ടും നമ്മൾ എന്താ പറയാ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇത് നമ്മൾ എന്താ പറയാ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് f of x at x equal to 3 and this is the right hand limit of f of x at x equal to 3. Left hand limit at x equal to 3. So this is right hand limit at x equal to 3. So limit x into 3 minus f of x is equal to 9. Limit x into 3 plus f of x is equal to 9. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ലിമിറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പോയിന്റും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു a f of x is equal to l എന്ന് പറയണമെങ്കിൽ എന്താവണം കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു a minus f of x l ആവണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു a plus f of x l ആവണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു a minus f of x l, ലിമിറ്റ് എക്സ് ടെൻസ് ടു a plus f of x l ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു a f of x is equal to l എന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ഈക്വൽ ആവണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒരു പോയിന്റിൽ ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു a f of x is equal to l എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താ? എക്സിന്റെ വില എയോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എല്ലിലേക്ക് അടുക്കുന്നു. അപ്പോൾ എക്സിന്റെ വില എയോട് രണ്ട് രീതിയിൽ എടുക്കാം.
എക്സിന്റെ വില എയോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. പക്ഷേ എക്സിന്റെ വില റൈറ്റ് സൈഡിലൂടെയാണ് എടുക്കണമെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. എയുടെ റൈറ്റ് സൈഡിലൂടെയാണ് എടുക്കണമെങ്കിൽ. എക്സിന്റെ വില എയോട് റൈറ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ എന്താ സ്ഥിതി? എക്സ് ഈസ് വെരി ക്ലോസ് ടു എ ബട്ട് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും എക്സിന്റെ വില എയോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോഴും എക്സിന്റെ വില എയോട് റൈറ്റ് സൈഡിലൂടെ എടുക്കുമ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ ഒരൊറ്റ പോയിന്റിലേക്കാവണം അടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ആ പോയിന്റിൽ എന്തുള്ളൂ? ലിമിറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ഈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് കാണുന്നതിന് നമുക്കൊരു ഫോർമുല പറയാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് കാണുന്നതിനും ഒരു ഫോർമുല പറയാം. നോക്ക്, എ മൈനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എക്സിന്റെ വില എയോട് വളരെ അടുത്താണ്. 3 മൈനസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എക്സിന്റെ വില 3നോട് വളരെ അടുത്താണ്, പക്ഷെ 3യേക്കാൾ കുറച്ച് കുറവാണ്. 3യേക്കാൾ കുറച്ച് കുറവാണെങ്കിൽ അതിനെ നമ്മൾ 3 മൈനസ് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യൂടെ. 3യിൽ നിന്നും ചെറിയൊരു എച്ച് വെരി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. 3യിൽ നിന്നും വളരെ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറച്ചാൽ 3യോട് വളരെ അടുത്ത് പക്ഷേ 3യേക്കാൾ ചെറിയതായുള്ള നമ്പറിലേക്ക് കിട്ടുക. അപ്പോ എക്സിന്റെ വില എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ് ഈസ് വെരി ക്ലോസ് ടു എ ബട്ട് എക്സ് ഈസ് ലെസ് ദാൻ എ. അപ്പൊ നമുക്ക് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ മൈനസ് എച്ച് എന്ന് കൊടുക്കാം. എക്കാൾ കുറച്ച് കുറവ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എച്ച് എന്ന് കൊടുക്കാം. അപ്പൊ ലിമിറ്റ് എഫ് ഓഫ് എ മൈനസ് എച്ച്, നമ്മൾ എക്സിന് എ മൈനസ് എച്ച് എന്ന് കൊടുത്തു. എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? എ മൈനസ് എച്ച് എന്ന് കൊടുത്തു. നോക്ക്, എക്സിന്റെ വില എ ആവുമ്പോ എച്ചിന്റെ വില എന്താവും? എ മൈനസ് 0 അല്ലേ? എക്സിന്റെ വില എ ആവുന്നു വിചാരിക്കാം. എക്സിന്റെ വില എ ആവുമ്പം എ ഈസ് ഈക്വൽ ടു എ മൈനസ് 0 എന്നല്ലേ എഴുതാം. അപ്പൊ എച്ച് എന്തിലേക്കാവും? 0ലേക്കാവും. അപ്പൊ എക്സ് എയിലേക്കാവുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എച്ച് ആണെങ്കിൽ വെൻ എക്സ് ടെൻസ് ടു എ എച്ച് ടെൻസ് ടു 0. എക്സിന്റെ വില എയോട് എടുക്കുമ്പോൾ എച്ചിന്റെ വാല്യൂ എന്തിലേക്ക് എടുക്കുന്നു? 0ലേക്ക് എടുക്കുന്നു. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. അപ്പൊ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇത് രണ്ടും നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുന്നതിനുള്ള ഒരു ഫോർമുലയായിട്ട് പറയാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്? ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സിന്റെ വില 3നോട് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് എടുക്കുന്നു? 9ലേക്ക് എടുക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു എക്സിന്റെ വില 3നോട് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കാം, റൈറ്റ് സൈഡിലൂടെ എടുക്കാം. ലെഫ്റ്റ് സൈഡിലൂടെയാണ് എടുക്കണമെങ്കിൽ എക്സിന്റെ വില 3നോട് അടുത്താണ്, പക്ഷേ 3നേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻറ്റു 3 മൈനസ് എന്ന് പറയും. റൈറ്റ് സൈഡിലൂടെ ആണെങ്കിൽ എക്സ് ഇൻറ്റു 3 പ്ലസ് എന്ന് പറയും. ഇതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ഇൻറ്റു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 3നോട് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില അങ്ങനെ വന്നിട്ട് ഏതിലേക്ക് അടുക്കുന്നത്? 9ലേക്ക് എടുക്കുന്നു. ഇതല്ലേ 3 എന്ന് പറഞ്ഞ പോയിന്റ്. 3നോട് റൈറ്റ് സൈഡിലൂടെ എടുക്കുമ്പോഴും ഫംഗ്ഷന്റെ വില അങ്ങനെ വന്ന് 9ലേക്ക് അടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻറ്റു 3 മൈനസ് എഫ് ഓഫ് എക്സും 9 തന്നെയാണ്. ലിമിറ്റ് എക്സ് ഇൻറ്റു 3 പ്ലസ് എഫ് ഓഫ് എക്സും 9 ആണ്. എക്സിന്റെ വില 3ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷൻ 9ലേക്കാണ് എടുക്കുന്നത്. റൈറ്റ് സൈഡിലൂടെ എടുക്കുമ്പോഴും 9ലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിലെ ലിമിറ്റ് ആയിരിക്കും അത് 9. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? എക്സിന്റെ വില എയോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്ക് എടുക്കുന്നു? എൽ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ എക്സിന്റെ വില എയോട് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എൽ എന്ന് പറഞ്ഞ പ്രത്യേക വാല്യൂയിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷന് ഈ പോയിന്റിൽ എന്തില്ല എന്ന് പറയും? നമ്മൾ ലിമിറ്റ് ഇല്ല എന്ന് പറയാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ മീൻസ് വെൻ എക്സ് അപ്രോച്ചസ് ദ വാല്യൂ എ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ദ വാല്യൂ എൽ. So how will you check whether limit x tends to a f of x exists or not? For that we can calculate left hand limit and right hand limit at the point x equal to a. So left hand limit at x equal to a is limit x tends to a minus f of x, and right hand limit at x equal to a is limit x tends to a plus f of x. So if limit x tends to a minus f of x
is equal to limit x tends to a plus f of x is equal to L, then we will say that limit x tends to a f of x is equal to L. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പിന്നെ a മൈനസും a പ്ലസ് ഒന്നും പറയണ്ട. ലിമിറ്റ് x tends to a f of x is equal to L എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ പറയും ലിമിറ്റ് x tends to 3f of x is equal to 9 എന്ന് പറയും. ഇവിടെ ലിമിറ്റ് x tends to 3f of x is equal to 9 എന്ന് പറയാൻ കാരണം എന്താ? ലിമിറ്റ് x tends to 3f of x is equal to 9 എന്ന് പറയാൻ കാരണം ലിമിറ്റ് x tends to 3 minus f of x ഉം 9 ആണ്, ലിമിറ്റ് x tends to 3 plus f of x ഉം 9 ആണ്. Then how will you find out left hand limit of f of x at a point and right hand limit? So limit x tends to left hand limit of f of x at x equal to a is limit x tends to a minus f of x, and limit x tends to a minus f of x is limit h tends to 0 f of a minus h. This is obtained by simply substituting x equal to a minus h. Similarly, right hand limit of f of x at x equal to a is limit x tends to a plus f of x, and that is limit h tends to 0 f of a plus h. And this is obtained by simply substituting x equal to a plus h. So അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് ലിമിറ്റിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഇനി നമുക്ക് ലിമിറ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നിങ്ങൾക്കതിൽ HSAക്ക് അധികവും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ലിമിറ്റ് തന്നിട്ട് ആ ലിമിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ HSAക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ലിമിറ്റിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കണം. അതുപോലെ തന്നെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൽ ഹോസ്പിറ്റൽസ് റൂളും കൂടെ ഇന്ന് പറയാം. ഓക്കെ, നോക്കാം എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഈ എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മളൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ എന്താ നോക്കാം. സപ്പോസ് വി വാണ്ട് ടു ഒബ്റ്റെയിൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. limit x tends to a f of x by g of x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം വിചാരിക്കുക. and we are assuming that both f of x and g of x vanishes at x equal to 0. That means the function limit x tends to a f of x by g of x, this function reduces to 0 by 0 form or infinity by infinity form. So let us assume that this reduces to 0 by 0 or infinity by infinity form. That means this function reduces to indeterminate form. Then what we are doing is, then L Hospital's rule says that limit x tends to a f of x by g of x is equal to limit x tends to a f dash of x divided by g dash of x, and again that is equal to limit x tends to a f double dash of x divided by g double dash of x. And this is the L Hospital rule. So L Hospital rule says that if f of x by limit x tends to a f of x by g of x assumes 0 by 0 or infinity by infinity form, then limit x tends to a f of x by g of x is equal to limit x tends to a f dash of x by g dash of x, and that is equal to limit x tends to a f double dash of x divided by g double dash of x. And this process of differentiating numerator and denominator is continued till this 0 by 0 or infinity by infinity form is removed. Then meaning അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് പറഞ്ഞാൽ ഒന്നുകിൽ അത് 0 by 0 ഫോമിലാവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇവിടെ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഡിഫറൻഷിയേഷൻ നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യും. ലിമിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ യൂണിറ്റ് 3 കാൽക്കുലസിൽ ഡിഫറൻഷിയേഷൻ വരുന്നത്. അപ്പോൾ ഡിഫറൻഷിയേഷൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. തൽക്കാലം എൽ ഹോസ്പിറ്റൽസ് റൂള് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പം പറയാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ജി ഡാഷ് ഓഫ് എക്സ്. ഇതിന് വീണ്ടും 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമുക്ക്
that is equal to limit x tends to a f dash of x, f double dash of x by g double dash of x. In the f double dash of x, it is the second order derivative of f of x. F of x is the second order derivative ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു, എഫ് ഡാഷ് ഓഫ് എക്സ് ആയി. ജി ഡാഷ് ഓഫ് എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ എന്ത് കിട്ടി? ജി ഡാഷ് ഓഫ് എക്സ് ആയി. ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഈ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം റിമൂവ് ചെയ്യപ്പെടുന്നത് വരെ. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണാം. നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലിമിറ്റ്സിൽ പഠിക്കാനുള്ള കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറയാം. ആ റിസൾട്ട്സ് മൊത്തം ബൈ ഹാർട്ട് ചെയ്താൽ മതി. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമ്മൾ HSA മാത്സിന് ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക, ലിമിറ്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നോക്ക്, എക്സിന് എ നമ്മൾ കൊടുത്തു നോക്കാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ എക്സിന് വാല്യൂ കൊടുക്കുക? എക്സിന് എ എന്ന് കൊടുക്കുമ്പോൾ നോക്ക്, എക്സിന് സ്ഥാനത്ത് എ കൊടുക്കുക, എ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. എക്സിന് എ എന്ന് കൊടുക്കാൻ വേണ്ടത്, എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിന് എ കൊടുക്കുമ്പോൾ എ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ 0 ആണ്. ഇവിടെ എക്സിന് എ എന്നാണ് കൊടുക്കേണ്ടത്, അപ്പോൾ എ മൈനസ് എ 0. അപ്പോൾ ദിസ് റെഡ്യൂസസ് ടു 0/0 ഫോം. അപ്പോൾ ആ ഫോം ഇത് ഏത് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു? 0/0 ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. സോ ഇൻ ഓർഡർ ടു അപ്ലൈ എൽ ഹോസ്പിറ്റൽ rule, what we have to do? We have to differentiate numerator and denominator separately with respect to x. Numerator and denominator നമ്മൾ with respect to x ൽ differentiate ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട്. So this is limit x tends to a. നമുക്ക് x raised to n ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, n into x raised to n minus 1 ആണ്. ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. വേറൊരു വീഡിയോ നമ്മൾ ഡിഫറൻസിയേഷന് മാത്രമായിട്ട് ചെയ്യും. So derivative of x raised to n is n into x raised to n minus 1. Minus a constant ആണ്, a raised to n ഉം constant ആണ്. അപ്പോൾ a raised to n എന്ന് പറഞ്ഞാൽ constant ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നമുക്ക് എന്താ പറയാം? 0 ആണെന്ന് പറയാം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0 ഡിവൈഡ് ബൈ x മൈനസ് എയുടെ ഡെറിവേറ്റീവ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 1 മൈനസ് എയുടെ ഡെറിവേറ്റീവ് എന്താ? 0. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ n into x raised to n minus 1 minus 0 by 1 minus 0. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? n into x raised to n minus 1. So limit x tends to a x raised to n minus a raised to n by x minus a is n into a raised to n minus 1. That is equal to n into a raised to n minus 1. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അടുത്ത നോക്കുക, limit x tends to a raised to x minus 1 by x. So simply substitute x equals 0. x ന് 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് a raised to 0. a raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. Any non-zero base raised to a power 0 is 1. അപ്പോൾ a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 minus 1 ഡിവൈഡ് ബൈ എക്സിന് 0. 1 minus 1 is 0. 0/0 ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു? 0/0 ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ എങ്ങനെയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. a raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? Derivative of a raised to x is a raised to x log a. A raised to x derivative എന്താ? a raised to x log a minus derivative of 1 is 0 by x derivative എന്താ? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a raised to x log a എന്ന് കിട്ടും. a raised to x log a. Limit x tends to 0. a raised to x log a minus 0 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? a raised to x log a by 1 is that itself. ഇനി നമുക്ക് x ന് 0 എന്ന് ലിമിറ്റ് കൊടുക്കാം. ഇൻഡിറ്റർമിനന്റ് ഫോം മാറി, 0/0 ഫോം മാറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ ലിമിറ്റ് കൊടുക്കുക. എക്സിന് 0 എന്ന് കൊടുക്കാൻ മതി. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ a raised to 0. a raised to 0 എത്രയാ? 1. അപ്പോൾ 1 into log a. 1 into log a എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? log a. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? ലിമിറ്റ് x tends to 0 a raised to x minus 1 by x എന്താണ്? log a ആണ്. log a. See the limit x tends to 0 e raised to x minus 1 by x. Simply substitute x equals 0 directly. x equals 0 direct substitute ചെയ്ത് നോക്കുമ്പോൾ e raised to 0 എന്താണ്? e raised to 0. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് നോൺ സീറോ ബേസ് പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. e raised to 0 1. 1 minus 1 0 by x ന് 0 കൊടുക്കുമ്പോൾ 0. So 0/0 ഫോം. നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ലിമിറ്റ് x ഇൻ 0. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x മൈനസ് x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. മൈനസ് 1 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. 1 ന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡ് ബൈ x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1. e raised to x minus 0 by 1. e raised to x minus 0 എന്താണ്? e raised to x തന്നെയാണ്.
e raised to x minus 0 is e raised to x by 1. E raised to x by 1 എന്ന് പറഞ്ഞാൽ എന്താ e raised to x തന്നെയാണ്. So this is limit x tends to 0 e raised to x. Limit x tends to 0 e raised to x. എന്താ limit x tends to 0 e raised to x, x ന് 0 എന്ന് കൊടുക്കുക. ഈ 0/0 ഫോമില് മാറിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സിന് ആ ലിമിറ്റ് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരും e raised to 0. e raised to 0 എത്രയാ 1. So limit x tends to 0 e raised to x minus 1/x എന്താണ് 1 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് x tends to 0 sin x by x. നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0, എക്സിന് 0 കൊടുക്കുക, sin 0 എന്താണ് 0 ബൈ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ 0, അപ്പോൾ 0/0 ഫോമിലാണ്. അപ്പോൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമ്മൾ ലിമിറ്റ് x tends to 0, ഡെറിവേറ്റീവ് ഓഫ് sin x ഈസ് cos x. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ cos x. ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ നമുക്ക് പിന്നീട് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓർത്തിരിക്കുക. sin x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താണ് cos x ആണ്. x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1. സോ ലിമിറ്റ് x tends to 0 cos x. x ന് ഡയറക്റ്റ് 0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ cos 0 എന്നാ കിട്ടുക. cos 0 എത്രയാ 1. ഇപ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം മാറി, 0/0 ഫോമിൽ മാറി. 0/0 ഫോം മാറിയാൽ ഡയറക്റ്റ് x ന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ x ന് 0 കൊടുക്കുമ്പോൾ cos 0, cos 0 എത്രയാ 1 ആണ്. സോ ലിമിറ്റ് x tends to 0 sin x by x is equal to 1. അപ്പോൾ ഇതുപോലുള്ള കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിക്കണം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അങ്ങനെ തന്നെ ഇതിനു മുമ്പ് HSA മാത്തമാറ്റിക്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടും കൂടെ നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നേരത്തെ HSA മാത്തമാറ്റിക്സിന് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇനി നമ്മൾ ലിമിറ്റ്സിൽ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പറയാം. ഈ റിസൾട്ട്സ് എങ്ങനെ തന്നെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. നമുക്ക് ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. ഈ റിസൾട്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2013 HSAക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a is n into a raised to n minus 1. So limit x tends to 0, 1 plus x all raised to 1 by x is equal to e. Limit x tends to infinity, 1 plus 1 by x all raised to x is equal to e. See, limit x tends to 0, a raised to x minus 1 by x is equal to log a. Limit x tends to 0, log 1 plus x by x is equal to 1. Limit x tends to 0, 1 plus x all raised to minus 1, 1 plus x all raised to n minus 1 whole divided by x is equal to n. See, limit x tends to 0, e raised to x minus 1 by x is equal to 1. See, these are limit at infinity. See, limit x tends to infinity, 1 by x is equal to 0. 1 by infinity നമ്മൾ എന്താ എടുക്കുക 0. 1 by infinity സ്ക്വയർ ഒക്കെ 0 എന്ന് എടുക്കുക. അപ്പോൾ limit x tends to infinity, 1 by x square equal to 0. So what is limit x tends to 0 sin x? It is simply substitute x equal to 0. Sin 0. Sin 0 is 0. Limit x tends to 0 cos x is equal to substitute x equal to 0. Cos 0 is equal to 1. So these are trigonometric limits of trigonometric functions. Limit x tends to 0 cos x is equal to 1. Limit x tends to 0 sin x by x. Provided here x is in radians, degree measure radian measure അറിയാലോ. അപ്പോൾ x റേഡിയൻസിലാണെങ്കിൽ ലിമിറ്റ് x tends to 0 0 sin x by x is equal to 1. അതുതന്നെയാണ് ലിമിറ്റ് x tends to 0 sin inverse of x by x എന്ത് തന്നെയാണ് 1 തന്നെയാണ്. So limit x tends to 0, limit x tends to infinity sin x by x is equal to 0. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് 2013 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാം. ലിമിറ്റ് x tends to 0 sin x by x 1 ആണ്. പക്ഷേ ലിമിറ്റ് x tends to infinity sin x by x എന്താണ് 0 ആണ്. See, limit x tends to 0 tan x by x 1 ആണ്. ലിമിറ്റ് x tends to 0 tan inverse of x by x 1 ആണ്. അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾ ലിമിറ്റ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. ഈ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നിങ്ങളോട് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് HSA എക്സാമിനേഷന്. അപ്പോൾ നമ്മൾ ഇന്ന് തൽക്കാലം നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ HSAക്ക് മുൻവർഷങ്ങളിൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് HSA പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. അതുവരെ bye.